ഒക്കെയൊന്നും ഇവിടെ കുറഞ്ഞ സമയത്ത് വരച്ച് കാണിക്കാൻ സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നമ്മുടെ സംഘടനാ നേതാക്കൾ ദാറുൽ ഹുദയുടെ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റി, അതുപോലെ തന്നെ ഹാദിയ എന്ന് പറയുന്ന ഹുദവി പണ്ഡിതന്മാരുടെ സംഘടന, വാഫിമാരുടെ സംഘടനയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ഇനിയും അനുസ്മരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനകൾ അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവി ജിദ്ദ SYSൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ പ്രിയങ്കരനുമായ അബ്ദുൽ ബാരി ഉസ്താദ് സംസാരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കുറഞ്ഞ വാക്കുകളിലാണ് എല്ലാവരും സംസാരിക്കുന്നത്, ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷണ അനുസ്മരണം ബഹുമാനപ്പെട്ട ദാരിമി അവർകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശൈഖുനായെക്കുറിച്ച് വളരെ സുദീർഘമായി സംസാരിക്കാൻ പറ്റിയൊരു സമയമല്ല ഇവിടെ. ഇൻഷാ അല്ലാഹ് ദാറുൽ ഹുദ ജിദ്ദ കമ്മിറ്റിയുടെയും ഹാദിയയുടെയും കീഴിൽ വൈകാതെ ഒരു ശൈഖുനായുടെ ചരിത്രം പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ദാറുൽ ഹുദയുമായിട്ടുള്ള ശൈഖുനായുടെ ബന്ധം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ബന്ധം 1987 ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാളായിരുന്ന അവരുടെ സ്ഥാനത്തേക്കാണ് ശൈഖുന നിയമിതനാകുന്നത്. അന്ന് ചമ്മാട് മുദ്ദരിസായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ക്ലാസ്സിൽ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സൂപ്പർവിഷൻ മാത്രമാണ് ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. 94 ഹജ്ജിന് പോകാൻ വേണ്ടി മഹാനവറുകൾ ചമ്മാട് നിന്ന് പിരിയുകയും ആ ഹജ്ജ് യാത്രയാപ്പിൽ വെച്ച് ബഹുമാനപ്പെട്ട CH ഹൈദറുസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു നമ്മുടെ ആത്മീയ ഗുരുവായ മഹാനവറുകൾ യാത്രയാപ്പിൽ വെച്ച് ആ സന്തോഷകരമായ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഹജ്ജ് കഴിഞ്ഞാൽ ശൈഖുന ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. പക്ഷേ ആ ഹജ്ജ് കഴിഞ്ഞ് ശൈഖുന ചാർജ് എടുക്കുമ്പോൾ CH ഉസ്താദ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തൻ്റെ ഒരു പകരക്കാരനെ നിയമിച്ചുകൊണ്ടായിരുന്നു CH ഉസ്താദ് യാത്രയായത് എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും CH ഉസ്താദിൻ്റെ സ്ഥാനത്ത് പരീക്ഷാ ബോർഡ്, സമസ്ത പരീക്ഷാ ബോർഡ് ചെയർമാനായും മഹാനായ ശൈഖുന തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഫതുൽ മുഈൻ, മഹല്ലി, മിഷ്കാത്ത്, ബുഖാരി, മുസ്ലിം, തുഹ്ഫ തുടങ്ങി അൽഹംദുലില്ലാ നല്ലൊരു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഹുദവികൾക്ക് ശൈഖുനായിൽ നിന്ന് നല്ലൊരു വിജ്ഞാനം അല്ലെങ്കിൽ അവിടുത്തെ ആ നൈപുണ്യത്തിൽ നിന്ന് ലഭിക്കുവാൻ, വിജ്ഞാനം നുകരാൻ കഴിഞ്ഞു എന്നുള്ളത് അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യമായി ഹുദവികളെല്ലാവരും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ മഹാനവറുകൾ 94 ചാർജ് എടുത്ത അന്ന് ആദ്യം തന്നെ ഖാദിമായി സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാൾപ്പെട്ട ആയതുകൊണ്ട് ശൈഖുനായുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമാണ്. ജാടകളില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും പിൻപറ്റാൻ പറ്റിയ, അതിൽ മറ്റൊരു വശമില്ലാത്ത ഒരു ജീവിതം. രാത്രി എത്ര വൈകി വന്നാലും, പരിപാടികളൊക്കെ എത്ര കഴിഞ്ഞ് നേരം വൈകി വന്നാലും തഹജ്ജുദിന് എണീറ്റ്, അതുപോലെ തന്നെ തൻ്റെ മറ്റ് കർമ്മങ്ങളൊക്കെ കഴിച്ച് സുബീൻ്റെ മുമ്പ് തന്നെ എല്ലാം കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ വന്ന് കുട്ടികളുടെ കൂടെ തന്നെ അവിടുന്ന് നിസ്കരിച്ച്, പിന്നെ ശൈഖുനായുടെ പതിവെന്ന് പറഞ്ഞാൽ ആ ഇഷ്റാഖിൻ്റെ സമയം വരെ, അതിപ്പോൾ കൊണ്ടോട്ടിയിലുള്ളവർക്കൊക്കെ അറിയാം, ആ സുബി കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെ സമയം വരെ പള്ളിയിലിരിക്കും. അർജൻറ്റ് പരിപാടികളില്ലെങ്കിൽ ആ ഇഷ്റാഖും കൂടി നിസ്കരിച്ചിട്ടേ അവിടുന്ന് പോവുകയുള്ളൂ. പിന്നെ ക്ലാസ് എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ, മുഷാവറക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ വിളിച്ച് ചോദിക്കും,
എടോ ഇന്ന് ഒഴിവുള്ള പീരീഡ് ഏതി ഉണ്ടോയെന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ആ പീരീഡ് എടുത്തിട്ട് ഷെയ്ഖനായുടെ ക്ലാസ് അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കും. അതുപോലെ തന്നെ ഹർത്താൽ മറ്റ് അസൗകര്യങ്ങൾ വരും എന്ന് കണ്ടാൽ തലേന്ന് തന്നെ ഷെയ്ഖുന കോളേജിൽ താമസിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് പീരീഡൊക്കെ കിട്ടുകയാണെങ്കിൽ, ഒഴിവുള്ള പീരീഡ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ഒരു പീരീഡ് ഒഴിവാണെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിൻ്റെയൊക്കെ വരുള്ളൂ. ആ കിതാബൊന്ന് മുത്താല ചെയ്തിട്ടേ വരുള്ളൂ. ഷെയ്ഖനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുത്താല ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അത് പകരുന്നതിൻ്റെ മുമ്പ് മുത്താല ചെയ്യുക എന്നുള്ള അതിൻ്റെ ഒരു അദബാണ്. അതുകൊണ്ട് അത് ചെയ്തിട്ട് എല്ലാ സമയത്തും വരുള്ളൂ. അതുപോലെ യാത്ര നമുക്കറിയാം, സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും മഹാനവർകൾ ബസ്സിലും ട്രക്കിലുമൊക്കെ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്, ട്രക്കറിൽ ഓട്ടോയിലൊക്കെ. പിന്നെ സമസ്ത നിർബന്ധിച്ചിട്ടാണ് പിന്നെ ഒരു കാറ് സംഘടിപ്പിക്കുന്നതും. അങ്ങനെ അതിലായി മഹാനവർകളുടെ യാത്ര. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം ഷെയ്ഖുനായുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏറ്റവും ശുഭിതനായി കാണപ്പെട്ടൊരു ദിവസമായിരുന്നു. അങ്ങനെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കോളേജിൽ വന്നു. അന്ന് വളരെയധികം മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ദിവസമായി വിദ്യാർത്ഥികൾക്ക് അന്ന് ഉസ്താദിനെ കാണപ്പെട്ടു. കാരണം ഉസ്താദ് കെ വി ഉസ്താദിനെ നിർദ്ദേശിച്ചു. സമസ്തയുടെ കേസ് നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്കറിയാം, കെ വി ഉസ്താദിന് അവസാന സമയങ്ങളിൽ മറവിയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കേസ് വാദിക്കേണ്ട പ്രശ്നമൊക്കെ വന്നാൽ സെക്രട്ടറി കോടതിയിൽ പോകേണ്ടി വരും. അപ്പോൾ എന്നുള്ളത് കൊണ്ട് കെ വി ഉസ്താദിനെ സെക്രട്ടറി ആക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് അവന് ഉസ്താദ് മാനുസ്താദിനെ നിർദ്ദേശിച്ചു. മാനുസ്താദ് പറഞ്ഞു, ഞാൻ 2 സെക്രട്ടറി ആവില്ല, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയാണ്, അത് ആ നിലക്ക് തന്നെയാണ് ഞാൻ മരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാനത് വിട്ടുതരില്ല, എന്നാൽ 2 സെക്രട്ടറി ഞാൻ ആവില്ല എന്ന് പറഞ്ഞു. ചുരുക്കി പറയാം, ഉസ്താദിൻ്റെ തലയിലാണ് അത് വന്നത്. അതിൻ്റെ നിയോഗം അങ്ങനെയാണ്, നമുക്കറിയാമല്ലോ. ശംസുലുലമയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടെ അന്ന് വളരെയധികം പ്രയാസപ്പെട്ട് മഹാനവർകൾ കാണപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ ആ ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം എത്രമാത്രം അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ ചുരുക്കുകയാണ്. എല്ലാവരും മഹാനവർകൾ അംഗീകരിച്ചിരുന്നു. പണ്ട് സലാം ഫൈസി ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, കണ്ണീർ ഉസ്താദ് അവിടുത്തെ ദർസിൽ അല്ലെങ്കിൽ അവിടുത്തെ വീടുകൾ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു, മസലകൾ ചർച്ച ചെയ്യാൻ മഹാനവർകളെ. അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷ പ്രശ്നം സമസ്തയിൽ നടക്കുന്ന സമയം നമുക്കറിയാം. അന്ന് 2 വിഭാഗം, ബഹുമാനപ്പെട്ട ശംസുലുലമ എ കെ ഹസൻ ഉസ്താദ് തുടങ്ങി നല്ലൊരു വിഭാഗം ഒരു വശത്തും, കെ വി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, അതുപോലെ തന്നെ കെ വി സി എച്ച് ഹൈദർ ഉസ്താദ് തുടങ്ങി നല്ലൊരു വിഭാഗം മറുവശത്തുമായി ഖുർആൻ പരിഭാഷയുടെ വിവാദം നടക്കുന്ന സമയത്ത് ഇത് 2 വിഭാഗത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കിതാബുകൾ കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവസാനം മധ്യസ്ഥം വെച്ച് കണ്ണീർ ഉസ്താദ്, സമസ്തക്ക് ഇതിലൊരു തീരുമാനമില്ല, ഇത് പരിഭാഷ ചെയ്യുന്നവർ ചെയ്യട്ടെ, അല്ലാത്തവർ ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് ശംസുലുലമ പറഞ്ഞു തരാം, ഇതൊക്കെ ആ ചമ്മാട്ടെന്ന് വരുന്നതാണ്. ആ ശംസുലുലമ അത്രയധികം മഹാനവർകളെ ഉൾക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കെ വി ഉസ്താദ്, കെ ടി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ഖുനായെ സംബന്ധിച്ചോളം വളരെ സീനിയർ സമസ്തയിൽ. പക്ഷേ അവരൊക്കെ ദാറുൽഹുദയിലേക്ക് വരികയായിരുന്നു. ഉസ്താദുമായി പല വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദാറുൽഹുദയിലേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. അത്രയും അംഗീകാരം മഹാനവർകൾക്ക് അവർ നൽകിയിരുന്നു. 18 വർഷം ചെമ്മാട് ദർസിലും 22 വർഷം ദാറുൽഹുദയിലുമായി അവിടുത്തെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം 40 വർഷം ചെമ്മാട് അവർ ജീവിക്കുകയുണ്ടായി. ജാമ്യയിലേക്കൊക്കെ വിളിച്ചിട്ടും പല കോളേജുകൾക്ക് വിളിച്ചിട്ടും മഹാനവർകൾ പോയിട്ടില്ല. ആ ഒരാത്മീയ ബന്ധം ചെമ്മാടുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കബറിടവും ചെമ്മാട് തന്നെ ആവണമെന്ന് മഹാനവർകൾ ആഗ്രഹിക്കുകയും അവർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ചാണ് മഹാനവർകളുടെ കബർ അവിടെ എത്തിയത്. നമുക്കറിയാം, അവിടുത്തെ മക്കൾ റഫീഖ് ഉസ്താദ് കടമേരി റഹ്മാനിയിൽ അവരെ കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു. കുറച്ച് കാലമൊക്കെ പഠിച്ചു. പക്ഷേ അതുപോലെ സാജിദും, മകൻ സാജിദ് ദാറുൽഹുദയിലെ വിദ്യാർത്ഥിയായിരുന്നു 3-4 വർഷം. അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണ്. 2 പേർക്കും ആ മേഖലയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുന്നേറാൻ കഴിഞ്ഞില്ല. ഉസ്താദിൻ്റെ പിൻഗാമിയില്ല. ബഹുമാനപ്പെട്ട 2 പെൺകുട്ടികളാണുള്ളത്. ഒന്ന് ഇസ്മായിൽ ഉസ്താദ്, കിടങ്ങി ഉസ്താദിൻ്റെ മകൻ ഇസ്മായിൽ ഉസ്താദ് ഞങ്ങളുടെയൊക്കെ ഉസ്താദാണ്, ഒരു മരുമകൻ. 2ാമത്തേത് ബാബട്ടിയുടെ മകൻ സൈനുൽ ആബിദീനാണ്. അതുപോലെ ഉസ്താദിൻ്റെ മരുമക്കൾ റഫീഖ് കല്യാണം കഴിച്ചത് ദാറുൽഹുദയുടെ സജീവ പ്രവർത്തകനായ റഷീദാക്കാൻ്റെ മകളെയാണ്. അതുപോലെ അബൂക്കറാജി മുക്കർ അബൂക്കറാജിൻ്റെ മകളാണ് സാജിദ് കല്യാണം കഴിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കല്യാണ ബന്ധങ്ങൾ പോലും നോക്കുമ്പോൾ
ആ ഒരു നമ്മുടെ ദീനീപരമായ ഒരു ബന്ധത്തിൽ നിന്നാണ് എല്ലാം നടന്നത് എന്നുള്ളത് ഒരു വലിയ ഉസ്താദ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ആ ഒരു പിന്തുടർച്ച എന്തുകൊണ്ടോ അള്ളാഹുവിൻ്റെ കല അങ്ങനെയാണ്. ദുആ ചെയ്തതുപോലെ അള്ളാഹു നല്ലൊരു പിന്തുടർച്ച നമുക്ക് നാടിനൊക്കെ നൽകുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ മറുവിഭാഗം പല കാര്യങ്ങളിലും എല്ലാ നിലക്കും മസലകൾക്ക് കൊടുങ്ങുമ്പോൾ അവസാനം ഉസ്താദിൻ്റെ അടുത്താണ് വരില്ല. അത് കൊണ്ടോട്ടിക്കാർക്ക് അറിയാം. ഞങ്ങൾ സ്വന്തം നാടുകളിൽ, എൻ്റെ സ്വന്തം നാട്ടിൽ മേൽക്കാലി ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ മേൽക്കാലി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഒരു 19% ഭൂരിപക്ഷം ഞങ്ങളുടെ നാട്ടിൽ മറ്റവരാണ്. കമ്മിറ്റിയൊക്കെ അവരുടെ അധിപത്യത്തിലാണ്. മദ്രസൊക്കെ നമ്മൾ വേറെ ഉണ്ടാക്കിയത്. പക്ഷേ കമ്മിറ്റിയിൽ നമ്മളുണ്ട്, പള്ളി കമ്മിറ്റിയിൽ. അങ്ങനെ ഉസ്താദ് മേൽക്കാലിയായത് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരെല്ലാ വിഭാഗം നോക്കി അവരുടെ നേതാക്കളെയും മർക്കസിലൊക്കെ പോയി അന്വേഷിച്ചു. എന്തെങ്കിലും ഒരു മസല ഉണ്ടോ? ഉസ്താദിനെ മാറ്റണ്ട എന്നാണ് അവരൊക്കെ നിർദ്ദേശിച്ചത്. കാരണം ഉസ്താദുമായിട്ട് ആ വിഷയത്തിൽ നേരിടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, ഈ വിഭജിച്ചു പോകുന്നതിന് മുമ്പ് ഇവരൊക്കെ, ഞാൻ പേരുകൾ പറയുന്നത്, അവരൊക്കെ ഉസ്താദിൻ്റെ അടുത്ത് മസല ചർച്ച ചെയ്യാൻ വരുന്നവരായിരുന്നു. ചുരുക്കി പറയാം, എല്ലാവർക്കുമുള്ള, നമ്മൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ഒരു അത്താണിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനർക്കോട് കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.